ഞാനുണ്ടല്ലോ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് എന്റെ ശകലത്തിന്റെ താക്കോൽ എടുക്കുമ്പോഴേ എന്റെ പുത്രിക്ക് അത് മനസ്സിലാവും. അത് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് ഇവക്കിനി വല്ല മൂന്നാം കണ്ണും ഉണ്ടോ എന്നുള്ളത്. അവള് ഒരു ഒരു സെക്കൻഡ് കൊണ്ടാണ് ചെരുപ്പും ഇട്ട് ഡ്രസ്സും ഇട്ട് ഒന്നും അറിയാത്ത ആളെ പോലെ വന്ന് ഗേറ്റിന്റെ അടുത്ത് ഹാജരാകുന്നത്. എനിക്ക് ഒരു ചാർജർ വാങ്ങണമുണ്ടായിരുന്നു, അതിനാണ് മെയിൻ ആയിട്ട് പോയത്. പിന്നെ ഫുഡ് വാങ്ങിക്കണമായിരുന്നു രാത്രിയിലേക്കുള്ള. അങ്ങനെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓർഡർ കൊടുക്കുന്ന സമയം നോക്കിയപ്പം പുത്രിയെ കാണുന്നില്ല. നോക്കിയപ്പം പുറത്തുപോയി നിൽക്കുവാണ്. ആളുടെ ഒരു കൂട്ടുകാരി അവിടെ കണ്ടു എന്നാണ് പറയുന്നത്. ചുമ്മാതെ അടവ് കാണിക്കുവാണെന്ന് തോന്നുന്നു. ആരെയോ കണ്ടു പോയി നോക്കി നിൽക്കുവാണ്. പക്ഷെ നല്ല തിരക്കുള്ള റോഡല്ലേ, അതും ഭയങ്കര ബ്ലോക്കായിരുന്നു. എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ സീൻ ഇതാണ്. എനിക്ക് വണ്ടി പിന്നെ ഞാൻ കുറച്ച് വണ്ടി പോയിട്ട് വണ്ടി എടുക്കാന്ന് വെച്ചു. കാരണം എനിക്ക് ക്രോസ് ചെയ്താണ് പോകാനുള്ളത്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് വായൊക്കെ നോക്കിയ ശേഷം പതുക്കെയാണ് വീട്ടിലേക്ക് പോയിട്ടുള്ളത്. കാരണം അല്ലുക്കുട്ടൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.